Hi, get ready with me in 10 minutes. ഈ വൈറ്റ് ജീൻസും പിങ്ക് ടോപ്പുമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ്സ് എടുത്തു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം ഓർത്തത്. ഇനി 10 മിനിറ്റിൽ റെഡിയായി ഇറങ്ങിയില്ലെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ടിങ് മിസ്സാവും. അതാണ് കാര്യം. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല. പിന്നെ എന്തായാലും സ്കിൻ പ്രെപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കിൻ കെയറിനോ ഒന്നും ടൈമും ഇല്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം ഞാൻ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ബ്രോ പെൻസിൽ നാച്ചുറൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അത് വെച്ചിട്ട് ഐബ്രോ ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രോ പെൻസിലാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് 2-3 സ്ട്രോക്കിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഐബ്രോസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ സ്പൂളി വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. നമ്മൾ കൊളോസൽ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലും അതുപോലെ മുകളിൽ ജസ്റ്റ് അകത്ത് മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് എഴുതുന്നുണ്ട്. അത്രേ ചെയ്യുന്നുള്ളൂ. ഐലൈനർ എഴുതാനോ മസ്കാര ഇടാനോ ഒന്നിനും ഇപ്പോൾ ടൈമില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ മേബിലിൻ്റെ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ നമ്മൾ ഒരു കോട്ട് ലൈറ്റായിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. 1-2 കോട്ട് ഇട്ടാൽ ഡാർക്കായിട്ടിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഓൾമോസ്റ്റ് 5-6 ഇയേഴ്സായിട്ട് ഞാനിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. പിന്നെ ബ്ലഷ് ഞാൻ ഷുഗറിൻ്റെ ഫേസ് പാലറ്റ് ഉണ്ട്, വിവിഡ് വിക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ ബ്ലഷാണ് ലൈറ്റായിട്ട് ഒരു ബ്രഷും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചീക്സിലും അതുപോലെ ഫോർഹെഡിലും പിന്നെ ചിന്നിലും ജോ ലൈനിലും പിന്നെ നോസിലും ഒക്കെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിടണം. ബ്ലഷ് മാത്രം ഇട്ടിടണമുണ്ട്. വേറെ മേക്കപ്പോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ക്രീമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മുടിയൊന്ന് ഈരിയിട്ട് ചെറിയ ഒരു പോണിറ്റെയിൽ കെട്ടാമെന്ന് വിചാരിക്കണേ. ഞാൻ എവിടെ പോകണമെങ്കിലും അത്യാവശ്യം ലേറ്റായിട്ട് പോകണ കൂട്ടത്തിലാണ്. ഞാൻ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരുങ്ങി പോണ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എവിടെയെങ്കിലും പോണ സമയത്ത് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്കിൽ നിന്ന് എങ്ങനെ ഇത്ര വേഗം റെഡിയായി എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറുള്ള സ്റ്റെപ്സ്. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യും, കണ്ണെഴുതും, ലിപ്സ്റ്റിക്ക് ഇടും, ബ്ലഷ് ഇടും, പിന്നെ മുടി കെട്ടും, ഡ്രസ്സും ചേഞ്ച് ചെയ്യും. അത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം 10 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു ലുക്ക് ഒരു ടോട്ടൽ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അത് മതിയല്ലോ. നമ്മളൊരു എവിടെയെങ്കിലും പുറത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമ്പോൾ ഒരു പ്രസൻറ്റബിളായിട്ടിരിക്കണം, അത്രയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു വൈറ്റ് സ്ക്രഞ്ചി വെച്ചിട്ട് ഞാൻ ഒരു പോണിറ്റെയിൽ കെട്ടി. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കപ്രീസിയുടെ വൈറ്റ് സ്ലിംഗ് ബാഗാണ് കേട്ടോ ഇടുന്നത്. പിന്നെ പെർഫ്യൂം അടിക്കാൻ മറന്നുപോയി. അപ്പോൾ പ്ലമ്മിൻ്റെ ഹവായൻ റമ്മ പെർഫ്യൂമാണ് അടിക്കുന്നത്. ഇത്ര ആയപ്പോഴേക്കും ഏകദേശം 10 മിനിറ്റായി. ഇനിയൊരു 13 സെക്കൻഡ് ബാക്കിയുണ്ട്. പിന്നെ ഞാൻ ചെരുപ്പ് ഈ ഒരു വൈറ്റ് ഹീൽസാണ് ഇടുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ.